ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നല്ല നേച്ചർ ആയിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തിലേക്കാണ്. ഇതെന്ന് പറയുന്ന അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അധികം ആർക്കും അറിയത്തില്ല, പക്ഷെ നമ്മുടെ നടൻ ടൊവിനോയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണിത്. കാണാൻ നല്ല മനോഹരമാണ്, ആസ്വദിക്കാനും ഒരു ദിവസമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു പോകാൻ എല്ലാവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ കനാൽ. ഇതെന്ന് പറയുന്നത് ചിന്നവാരയിലെ കനാലാണ്. ചിന്നവാര എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മറയൂർ പഞ്ചായത്തിലാണ്. മറയൂർ കോൽക്കട വരുന്നവർക്ക് ഈ ചിന്നവാരയിലോട്ട് വരാൻ പറ്റുന്നതാണ്. മൂന്നാറിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ മറയൂരിന് പുറകിലായിട്ട് ഒരു 4 കിലോമീറ്റർ പുറകിലായിട്ട് വന്നാൽ മതി. അതായത് മറയൂർ പോകുന്നതിന് മുന്നേ ആനക്കാൽപ്പെട്ടി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ചിന്നവാരയിലോട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ചിന്നവാരയിലോട്ട് വരുന്ന വഴി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കനാലിലോട്ട് എത്താൻ പറ്റും. അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ റോഡിൽ നിന്ന്. അതുപോലെ തന്നെ കോവിൽക്കടവിൽ നിന്ന് നമുക്ക് ഈ ആനക്കാൽപ്പെട്ടി വന്നിട്ട് അവിടെ നിന്ന് ഈ ചിന്നവാര എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് നമുക്ക് വരാൻ പറ്റും. കോവിൽക്കടവിൽ നിന്ന് 4 കിലോമീറ്റർ ആണ് ഈ ചിന്നവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്ത് എത്തുമ്പോഴേ ഏതാണ്ട് നമ്മളൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ എത്തിയ പോലെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യമേ കണ്ടത് മയിലാണ്. ഫ്രണ്ടിൽ തുടക്കത്തിൽ മയിലുകൾ പറമ്പിൽ കൂടെ നടക്കുന്ന കാണാം. അതും കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും കൂട്ടം കൂട്ടായി മാനുകൾ കാണാൻ പറ്റും. എല്ലാ പറമ്പിലും മാനുണ്ട്. അതും കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും കാട്ടുപോത്ത് കാണാൻ പറ്റും, കലമാൻ, കുഞ്ഞു മാനുണ്ട്, മാൻ കാണാം. പിന്നെ കാട്ടിലെ വന്യമൃഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതും കണ്ട് നമുക്ക് ഈ കനാലിൽ ചെറിയ വഴി കൂടെ നടന്ന് നമുക്ക് പോകാവുന്നതാണ്. ഇപ്പുറത്തെ വെള്ളം, അപ്പുറത്തെ കൊക്കയാണ്, അതുപോലെ പറമ്പുകളാണ്, ഫുള്ള് തെങ്ങിൻ തോട്ടമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നടക്കുന്നതേ അറിയത്തില്ല 2 കിലോമീറ്റർ എങ്ങനെ നടന്ന് നമ്മൾ പോകുന്നത്. ഈ 2 കിലോമീറ്റർ നമ്മൾ നടന്ന് എത്തുന്നത് നമ്മുടെ പുഴയിലോട്ടാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ കനാലിലോട്ട് വെള്ളം തിരിക്കുന്നത്. നല്ല രസമാണ് നടന്നു പോകാനൊക്കെ. നമ്മൾ നടന്ന് ഒരു പകുതിയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിന്നാൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റും. അപ്പുറം ഇപ്പുറം 2 മലകളാണ്. മലകളുടെ ഇടയിലാണ് ഈ പ്രദേശം ചിന്നവാര എന്ന് പറയുന്നത്. അതിന്റെ താഴെ കൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. അവിടുത്തെ വെള്ളമാണ് ഈ കനാലിൽ കൂടെ തിരിച്ചു വിട്ടേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട്. നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനിയും നടന്ന് ഒത്തിരി ദൂരം പോകാനുണ്ട്. 2 കിലോമീറ്റർ ആണ് നടക്കാനുള്ളത്. നടക്കുന്ന ആ ഒരു ക്ഷീണം ഒന്നും അറിയത്തില്ല. അതുപോലെ കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നടന്നു പോകുന്നവര് സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതേണ്ടതാണ്. അവിടെ ഇടവഴിക്ക് കടയൊന്നുമില്ല, കുറെ വീടുകളേ ഉള്ളൂ, അതും അകലകലേ ഉള്ളൂ. അപ്പോൾ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ നടന്ന് കനാലിന്റെ പകുതി എത്തി. ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ആണ്. അക്കരെ മലയും നമ്മുടെ റോഡും വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് കാണാനും. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ പുഴയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് പുഴയിൽ നിന്ന് കനാലിലോട്ട് വെള്ളം തിരിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പുഴയിൽ നിന്ന് തിരിച്ച് ചെറിയൊരു ചെക്ക് ഡാം പോലെ പണിതിട്ട് അവിടെ നിന്ന് വെള്ളം കനാലിലോട്ട് തിരിച്ചിരിക്കുന്നത്. ഈ 2 കമ്പി കാണുന്നില്ലേ, ഈ കമ്പി തിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കനാലിലോട്ട് വെള്ളം വരികയും ആ കമ്പി വെച്ച് അടയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഒന്ന് പുഴയിലോട്ട് വെള്ളം തിരിച്ചു വിടുന്നതാണ്. നമ്മുടെ കനാലിലെ വെള്ളം അടച്ചു കഴിയുമ്പം പുഴയിലോട്ട് വെള്ളം തിരിച്ചു വിടും. 14 ദിവസം കൂടുമ്പോഴായിരിക്കും നമുക്ക് വെള്ളം അങ്ങനെ മാറ്റി തരിക. അപ്പോൾ പുഴയിൽ വെള്ളം ഉള്ളതുകൊണ്ട് കനാൽ അങ്ങനെ അടയ്ക്കത്തൊന്നുമില്ല, എപ്പോഴും വെള്ളം കാണും. മാർച്ച് ഏപ്രിലൊക്കെ വരികയാണെങ്കിൽ വെള്ളം കുറവായിരിക്കും. നല്ല രസമായിരിക്കും ഇവിടുത്തെ പുഴയൊക്കെ കാണാനും കുളിക്കാനും നമുക്ക് നല്ല സൗകര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളം കൂടുതലാണ്. ഇച്ചിരി പേടിയൊക്കെ കാണും വെള്ളമൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടെ ഒരുപാട് ചുഴിയൊക്കെ ഉണ്ട്. അറിയാതെയൊക്കെ ആരും വെള്ളത്തിൽ ചെന്ന് ചാടാതിരിക്കുക. കൂടെ ആരെങ്കിലൊക്കെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ പുഴയിലോട്ട് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുക. ഈ ഭാഗത്തൊക്കെ കുളിക്കുക. ഇത് കനാലാണ്, വെള്ളം അങ്ങനെ ഒഴുകി പോകത്തില്ല. പുഴ അപ്പുറത്താണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
നമ്മൾ കനാല് കടന്ന് ഇനി പുഴയിലോട്ട് ഇറങ്ങുന്നത്. ഇതാണ് പുഴ. ഇവിടെയാണ് ചെറിയൊരു ഡാം പോലെ കെട്ടിത്തിരിച്ച് വെള്ളം അങ്ങോട്ട് വിട്ടേക്കുന്നത്. വരുന്നവർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇപ്പൊ വെള്ളം ഇച്ചിരി കൂടുതലുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട്. മാർച്ച് ഏപ്രിൽ ആക്കുമ്പോൾ വെള്ളം കുറയും. അപ്പൊ ഇതിലും നല്ല രസമായിരിക്കും ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ പുഴയിലെ നടുക്ക് ഭാഗത്തൊക്കെ വന്നാൽ തന്നെ കുളിക്കാതിരിക്കുക. അവിടെയൊക്കെ വെരി ഡേഞ്ചറാണ്. ഫ്രണ്ടിൽ മാത്രം കുളിക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ഗൈഡുകൾ ഉള്ളപ്പോൾ മാത്രം ഈ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുക. അകത്ത് ചുഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയത്തില്ല. കാണാൻ അടിപൊളിയാണ്. വെള്ളം കാണുമ്പോൾ നമുക്ക് ചാടാനായിരിക്കും ആദ്യം തോന്നുക. വെള്ളം കുറഞ്ഞാലും ഡേഞ്ചറാണ്. അതുപോലെ മലയുടെ മുകളിലോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വന്ന് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെക്കേഷൻ ടൈമിലൊക്കെ. അപ്പൊ എല്ലാരും വരിക, അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും എൻ്റെ നാടും ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.